അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിൽ ജാമ്യത്തിലുള്ള മുൻ സർക്കാർ അഭിഭാഷകൻ പി.ജി. മനു തൂങ്ങി മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് കൊല്ലത്തെ വീട്ടിൽ. മനുവിന്റെ മരണം ഇരയായ മറ്റൊരു യുവതിയോട് മാപ്പു പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ. വഖഫ് പ്രതിഷേധം അക്രമാസക്തമായ ബംഗാളിൽ അതീവ ജാഗ്രത. മുർഷിദാബാദിൽ ഇന്ന് സ്ഥിതി ഏറെക്കുറെ ശാന്തം. ഇതുവരെ അറസ്റ്റിലായത് 162 പേർ. ഇനിയും അക്രമം ഉണ്ടാകുന്നത് തടയാൻ BSFനെയും കേന്ദ്ര പോലീസിനെയും വിന്യസിച്ചു. തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും. ഞാനിപ്പോഴും വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. പുതിയ വഖഫ് നിയമത്തിനെതിരെ തുറന്നടിച്ച് കോട്ടപ്പുറം ബിഷപ്പ്. സംസ്ഥാന സർക്കാരിൽ ഇപ്പോഴും വിശ്വാസമെന്നും ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ. മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ വിശ്വസിക്കുക എന്നുള്ളത് അവർ പ്രത്യേകിച്ച്. ജബൽപൂരിലെ അക്രമങ്ങളിൽ ആശങ്ക. ഇനി ലത്തീൻ സഭ രാഷ്ട്രീയ നിലപാട് പറയുമെന്നും ബിഷപ്പ് ന്യൂസ് 18. ബില്ലുകളിൽ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ നീക്കം. പുനഃപരിശോധനാ ഹർജി നൽകാൻ നീക്കം തുടങ്ങി. കോടതി ഉത്തരവിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ. ഗവർണർ ബിൽ മാറ്റിവെച്ചാൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടണമെന്നും വിധിന്യായം. ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ട ലഹരി കേസിൽ പോലീസിനെ കുറ്റപ്പെടുത്തി വിചാരണ കോടതി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഗുരുതര വീഴ്ചകൾ. പിടിച്ചെടുത്ത കൊക്കൈനിന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ലെന്നും കോടതി. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായർ. കുരിശിലേറ്റപ്പെടും മുമ്പുള്ള യേശുവിന്റെ ജെറുസലേം ആഗമനം അനുസ്മരിച്ച് വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും. നാളെ വിഷു ആഘോഷത്തിനൊരുങ്ങി മലയാളികൾ. വിപണിയിൽ കണിക്കൊന്ന മുതൽ കണി വെള്ളരി വരെ വിൽപ്പന സജീവം. പടക്ക വിപണിയിൽ ട്രെൻഡായി പുതിയ ഇനങ്ങൾ.